നമസ്കാരം പ്രിയമുള്ളവരെ. തമിഴ് സൂപ്പർ സ്റ്റാർ വിജയുടെ ഒരു രാഷ്ട്രീയം നമുക്കറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമകളും ഒക്കെ കാണുമ്പോൾ അത് ഒരു ബി.ജെ.പി. വിരുദ്ധ രാഷ്ട്രീയം ആണ് എന്ന് വ്യക്തമാകുകയാണ്. പക്ഷേ കുറച്ചു നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് റാലിയോടനുബന്ധിച്ച് കുറച്ചധികം ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടത് അദ്ദേഹത്തെ ഒരു പ്രതിരോധത്തിലാക്കിയിരുന്നു. കാരണം അദ്ദേഹത്തിന് മേൽ കേസുകൾ വരുമോ, കേന്ദ്ര സർക്കാർ അത്തരം ഇടപെടലുകൾ നടത്തുമോ എന്നൊക്കെയുള്ള രീതിയിൽ ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപക്ഷെ ബി.ജെ.പിയുമായി രമ്യതയുടെ രാഷ്ട്രീയം സ്വീകരിച്ചേക്കാം എന്ന രീതിയിലുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. അമിത്ഷാ അദ്ദേഹത്തുമായി കൂടിക്കാഴ്ച നടത്തുന്നതായിട്ടുള്ള ചില ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ബി.ജെ.പിയുടെ ചില നേതാക്കന്മാർ സന്ദർശിച്ചിട്ടുണ്ട്, എൻ.ഡി.എയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന നിഗമനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത്, തമിഴ്നാട്ടിലെ മിക്ക പത്രങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് വിജയ് കോൺഗ്രസുമായി അടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസിൻ്റെതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ചന്ദ്രശേഖരൻ കോൺഗ്രസ് അനുഭാവിയും നേതാവുമൊക്കെ ആയിരുന്നുവെന്ന് ചില വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം രാഹുൽ ഗാന്ധിയെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നേതാവുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കൂടുതൽ കോൺഗ്രസുമായി അടുക്കുന്നു എന്ന രീതിയിലുള്ള ചില സൂചനകൾ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രവീൺ ചക്രവർത്തിയും ഒപ്പം വിജയും കോടമ്പാക്കത്തെ വിജയുടെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി എന്ന വാർത്ത തമിഴ്നാട്ടിലെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ പ്രവീൺ ചക്രവർത്തി രാഹുൽ ഗാന്ധിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. കോൺഗ്രസിൻ്റെ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രമുഖ നേതാക്കന്മാരിൽ ഒരാളായ തിരുച്ചിറ വേലുസ്വാമിയുമായിട്ട് ചന്ദ്രശേഖർ, അതായത് വിജയുടെ പിതാവ്, കൂടിക്കാഴ്ച നടത്തിയതുമായിട്ടുള്ള വിവരങ്ങളുമൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരുപക്ഷെ വിജയുടെ തമിഴക വെട്രി കഴകം കോൺഗ്രസിലേക്ക് എത്തിയേക്കാം എന്ന രീതിയിലുള്ള ചില ചർച്ചകൾ വരികയാണ്. ഒരുപക്ഷെ ആ പ്രസ്ഥാനം കോൺഗ്രസിൽ ലയിക്കുകയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയാവുകയോ ചെയ്യും എന്ന രീതിയിലുള്ള ചില രാഷ്ട്രീയ നിഗമനങ്ങൾ നടക്കുകയാണ്. കാരണം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു ബി.ജെ.പി. വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുവാൻ ഒരുപക്ഷെ വിജയ്ക്ക് കഴിഞ്ഞേക്കാം. നേതൃത്വം കൊടുക്കുവാനല്ല, ഭാഗമാകുവാൻ വിജയ്ക്ക് കഴിഞ്ഞേക്കാം എന്നൊരു നിഗമനം കോൺഗ്രസിനുണ്ട്. പ്രത്യേകിച്ചും വിജയ്ക്ക് തമിഴ്നാട്ടിൽ മാത്രമല്ല ഫാൻ ബേസ് ഉള്ളത്, കേരളത്തിലും ആന്ധ്രയിലും തെലുങ്കാനയിലുമൊക്കെ വലിയ ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വിജയ്ക്ക് കഴിയും എന്ന ഒരു രാഷ്ട്രീയ നിഗമനം ഈ അവസരത്തിൽ കോൺഗ്രസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെറും 169 സ്ഥാനാർത്ഥികളെ മാത്രമായിരുന്നു തമിഴക വെട്രി കഴകം നിർത്തിയത്. അതിൽ തന്നെ 129 പരം സ്ഥാനാർത്ഥികളെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയില്ലാതെ ഈ ടി.വി.കെയുടെ ബാനറിൽ അവർക്ക് വിജയിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നത് കോൺഗ്രസ് പ്രതീക്ഷയോടുകൂടിയാണ് നോക്കുന്നത്. കാരണം ഇപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ച് അവിടെ ഒരു പ്രതിരോധത്തിലാക്കുന്ന പ്രധാനപ്പെട്ട കാരണം DMK-യുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ആത്മബന്ധമാണ്. കാരണം സ്റ്റാലിൻ മിക്കപ്പോഴും പറയാറുള്ളത് തൻ്റെ സഹോദരനെ പോലെ, താൻ സഹോദരൻ എന്ന് വിളിക്കുന്ന ഏക രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാണ്. രാഹുൽ ഗാന്ധിയോടൊപ്പം കോൺഗ്രസിനോടൊപ്പം എല്ലാ പ്രതിസന്ധികളിലും ഉറച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് DMK. പ്രത്യേകിച്ചും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഒന്നും രാഷ്ട്രീയ ഇടപെടലുകൾക്ക്, ചാണക്യതന്ത്രങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി തന്നെ തമിഴ്നാടിനെ പിടിച്ചു നിർത്തുന്നത് DMK-യുടെ കരുത്തുറ്റ നിലപാടുകളാണ്. സ്റ്റാലിൻ്റെ കരുളുറപ്പാണ് എന്ന് പറയേണ്ടിയിരിക്കും. ഇടത്ത് ഒരുപക്ഷെ സ്റ്റാലിൻ ടി.വി.കെ ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിനെ അനുകൂലിച്ചേക്കില്ല എന്ന ഒരു പ്രധാനപ്പെട്ട കടമ്പ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ട് എന്നതാണ് തമിഴ്നാട്ടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് ഒരുപക്ഷെ ദീർഘകാലത്തെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയായിരിക്കും ആഗ്രഹിക്കുക. കാരണം ടി.വി.കെയും കോൺഗ്രസും ഒന്നിച്ചു നിന്നാൽ ഒരുപക്ഷെ കൂടുതൽ സ്പേസ് കിട്ടും കോൺഗ്രസ്സിന്. ഇപ്പോൾ DMK-ക്കൊപ്പം നിന്നാൽ കിട്ടുന്നതിനേക്കാൾ എന്ന ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഒന്നോ രണ്ടോ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് നഷ്ടങ്ങളുണ്ടായാലും ഒരുപക്ഷെ ഭരണത്തിൽ പിൻപറ്റാൻ കഴിയില്ലെങ്കിലും, കാരണം ഇപ്പോൾ തന്നെ DMK ഭരണത്തിൽ ഉണ്ട് എങ്കിലും അവിടെ സർക്കാരിൻ്റെ ഭാഗമല്ല കോൺഗ്രസ്സിന് അവിടെ മന്ത്രിമാരൊന്നുമില്ല, സർക്കാരിൻ്റെ ഭാഗമല്ല, ഭരണത്തിൽ DMK-യെ പിൻപറ്റുന്നേ എന്നേ ഉള്ളൂ. പക്ഷേ ഒരുപക്ഷെ ടി.വി.കെയുടെ ഭാഗമായി നിന്നാൽ കൂടുതൽ സർക്കാരിലേക്ക് ഇടം ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കോൺഗ്രസ് ഉണ്ടായേക്കാം, മന്ത്രിമാരുണ്ടായേക്കാം, പ്രമുഖരായ വകുപ്പുകൾ കിട്ടിയേക്കാം. അങ്ങനെ ഒരുപക്ഷെ കോൺഗ്രസിന് നഷ്ടപ്രതാപം തമിഴ്നാട്ടിൽ വീണ്ടെടുക്കുവാൻ പറ്റിയേക്കാം എന്ന രീതിയിലുള്ള ചില രാഷ്ട്രീയ നിഗമനങ്ങൾ തമിഴ്നാട്ടിലെ കോൺഗ്രസ് സംബന്ധിച്ച് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നുണ്ട് എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ തമിഴ് പത്രങ്ങൾ നിലനിൽക്കുന്നു. ഒരുപക്ഷെ പഴയ ഒരു പ്രതാപമുള്ള സംസ്ഥാനമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് തമിഴ്നാട്. കാമരാജിനെ പോലുള്ള വലിയ നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു സംസ്ഥാനം. പിന്നീട് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കടന്നുകയറ്റത്തിൽ കോൺഗ്രസിന് ആധിപത്യം നഷ്ടപ്പെട്ട ഒരു സംസ്ഥാനം. ഇപ്പോൾ ഒരുപക്ഷെ ടി.വി.കെയെ മുൻനിർത്തി അല്ലെങ്കിൽ ടി.വി.കെക്കൊപ്പമോ അല്ലെങ്കിൽ ടി.വി.കെയെ കോൺഗ്രസ് ലയിപ്പിച്ചോ ഒക്കെ
ആ പ്രതാപം വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്നത് വലിയ ഒരു കാര്യമായി തന്നെ രാഷ്ട്രീയ നിരൂപകർ തമിഴ്നാട്ടിൽ നിന്ന് ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ് നേരത്തെ പറഞ്ഞതുപോലെ തൽക്കാലം DMKയ്ക്കൊപ്പം നിന്നിട്ട് TVK മുന്നണിയിലേക്ക് ക്ഷണിക്കുവാൻ ശ്രമിക്കും എന്ന രീതിയിലാണ് ചർച്ചകളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ TVK ഒരുപക്ഷെ കോൺഗ്രസ് ലയിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോയേക്കാം എന്ന ചില രാഷ്ട്രീയ നിഗമനങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം. എന്തായാലും ഈ തിരുച്ചിറ വേലുസ്വാമിയുമായിട്ട് ചന്ദ്രശേഖർ നടത്തിയ വിജയുടെ പിതാവ് നടത്തിയ ചർച്ചയും ഒപ്പം പ്രവീൺ ചക്രവർത്തി പ്രൊഫഷണൽ കോൺഗ്രസ് നേതാവുമായിട്ട് കോടമ്പാക്കത്തെ വീട്ടിൽ വിജയ് നടത്തിയ ചർച്ചയും വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോട് തന്നെ തമിഴ് പത്രങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. വിജയ് ഒരു പ്രത്യേക രീതിയിലുള്ള രാഷ്ട്രീയം ഇപ്പോൾ തമിഴ്നാട് പരമ്പരാഗതമായി ചർച്ച ചെയ്തിരുന്ന ഒരു രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ ഈ തമിഴ്നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരൊരു ദ്രാവിഡ തനിമയിൽ നിലനിൽക്കുന്ന പാർട്ടികളാണ്. AIDMK ആൾ ഇന്ത്യ ദ്രാവിഡ മുന്നേറ്റ കഴകം, DMK ദ്രാവിഡ മുന്നേറ്റ കഴകം. ഏത് പാർട്ടി എടുത്താലും ദ്രാവിഡ എന്ന ഒരു പേര് ഉണ്ടാകും. ദ്രാവിഡ ഐഡൻറ്റിറ്റിയിൽ ഊന്നി നിന്നിട്ടുള്ള പ്രവർത്തനമാണ് അത്തരം പാർട്ടികൾ ഒക്കെ നയിക്കുന്നത്. അവരുടെ ദ്രാവിഡ ഐഡൻറ്റിറ്റി അവർ വളരെ പ്രൗഡായിട്ട് ആത്മാഭിമാനപൂർവ്വം കൊണ്ടാടുന്നുണ്ട്. പക്ഷേ ഈ വിജയുടെ പാർട്ടി വരുമ്പോൾ തമിഴക വെട്രി കഴകം എന്നാണ് പേര്. അതായത് ഒരു ദ്രാവിഡ എന്ന ഒരു വാക്ക് പോലും ഉപയോഗിക്കുന്നില്ല എന്നത് ഒരു പ്രത്യേകതയായി ദ്രാവിഡ തനിമ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയക്കാർ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവരതിനോട് എതിർപ്പും പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ വിജയുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് യുവജനങ്ങളെയും അതുപോലെയുള്ള പുതിയ തലമുറയും ഒക്കെ ന്യൂ ജനറേഷനെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റമാണ് താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പരമ്പരാഗതമായി തമിഴ് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന ദ്രാവിഡ പദങ്ങൾ ഉപയോഗിക്കാത്തത്, ADMK DMK പോലെയുള്ള ദ്രാവിഡ എന്ന രാഷ്ട്രീയ തനിമ ഉപയോഗിക്കാത്തത് എന്ന അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടേതായ ചില വിശദീകരണങ്ങളും ഈ അവസരത്തിൽ വരുന്നുണ്ടെന്നത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. എന്തായാലും തമിഴ് രാഷ്ട്രീയം വിജയിലൂടെ മാറും എന്ന ഒരു വലിയ നിഗമനം തന്നെ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാവിയെയും വിജയുമായിട്ടുള്ള സഖ്യം മാറ്റിയേക്കാം എന്ന വലിയ പ്രത്യേകതയുണ്ട്. കാരണം കോൺഗ്രസ്സിന് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ലോക്സഭയിൽ വലിയ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കോൺഗ്രസ്സിന് ലോക്സഭയിൽ പോലും അവിടുത്തെ ഘടകകക്ഷികൾ, നേരത്തെ ADMKയുമായിട്ടായിരുന്നു കോൺഗ്രസിന് അലയൻസ് ജയലളിതയുമായിട്ടൊക്കെ, അതിനുശേഷമാണ് DMKയുമായിട്ട് കോൺഗ്രസ് അലയൻസ് വരുന്നത്. പക്ഷേ ലോക്സഭയിൽ പോലും കോൺഗ്രസിന് കൊടുക്കുന്ന സീറ്റുകൾ, ഒരു ഘടകകക്ഷി എന്ന രീതിയിൽ കോൺഗ്രസിന് കൊടുക്കുന്ന സീറ്റുകൾ കുറഞ്ഞു വരികയാണ്. കോൺഗ്രസിന് കൂടുതൽ പ്രതാപത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന ഒരു വലിയ യാഥാർത്ഥ്യം തമിഴ്നാട്ടിനെ സംബന്ധിച്ചുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ BJP ഏതെങ്കിലും പാർട്ടികളുടെ ഘടകകക്ഷിയായി വന്നതിന് ശേഷം ആ സംസ്ഥാനത്ത് സ്വയം വളരുന്ന ഒരവസ്ഥയുണ്ട്. ആ ഘടകകക്ഷികളുടെ ഒക്കെ കവച്ച് വെച്ചുകൊണ്ട് ആ സംസ്ഥാനത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയുണ്ട്. നമുക്ക് സംസ്ഥാനങ്ങളൊക്കെ വീക്ഷിച്ചാൽ അറിയാം. ഒറീസയും ഒക്കെ എടുത്താൽ നമുക്കത് വ്യക്തമാണ്. ബീഹാറിലും ഇപ്പോൾ ഒരു അധികാരത്തിൻ്റെ അടുത്തുവരെ എത്തിയിട്ടാണ് BJP നിതീഷ് കുമാറിന് വേണ്ടി മാറിക്കൊടുക്കുന്നത്. അത്തരമൊരു സമീപനം ഒരുപക്ഷെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ കോൺഗ്രസ് സ്വീകരിച്ചേക്കാം എന്ന വലിയ വിലയിരുത്തലും മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോ വാങ്ങണം. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.